അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഒരു അപൂർവ ഭാഗ്യവാനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കഥ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ അബദ്ധങ്ങൾ നമുക്കും പറ്റാറുണ്ട്. ഇതാ കേട്ടു നോക്കൂ. സമ്മാനമൊന്നുമില്ലെന്ന നിരാശയിൽ ലോട്ടറി ടിക്കറ്റ് നിങ്ങൾ വലിച്ചെറിയാറുണ്ടോ? അങ്ങനെയുള്ളവർ ഇനി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന കഥ ഇതാ കാസർഗോഡ് നിന്ന്. ചവറ്റുകൊട്ടയിലെറിഞ്ഞ ടിക്കറ്റിലുണ്ടായിരുന്നത് 1 ലക്ഷം രൂപയുടെ സമ്മാനം. സിനിമാ കഥ പോലൊരു ടെസ്റ്റിനൊടുവിൽ ഉടമയ്ക്ക് ഭാഗ്യം തിരികെ ലഭിച്ചു. പൂച്ചക്കാട് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന കാഞ്ഞങ്ങാട് വടകരമുക്കിലെ രഘുവിനെ ഭാഗ്യം വട്ടം കറക്കിയത് 2 ദിവസമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ടിക്കറ്റ് നടന്നു വിൽക്കുന്ന പൊയ്യക്കര കൃഷ്ണനിൽ നിന്ന് രഘു 2 ലോട്ടറി ടിക്കറ്റ് എടുത്തു. ബുധനാഴ്ച കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിലെ സംസം ലോട്ടറിയിലെത്തി പരിശോധിച്ചു. ചെറിയ സമ്മാനങ്ങളെല്ലാം നോക്കി ഇല്ലെന്ന് മനസ്സിലായതോടെ ടിക്കറ്റ് ചവറ്റുകൊട്ടയിലെറിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഏജന്റ് നേരിട്ട് കണ്ടപ്പോഴാണ് ആ ടിക്കറ്റിൽ 1 ലക്ഷം രൂപ സമ്മാനമുള്ളതായി അറിഞ്ഞത്. ഉടൻ കാഞ്ഞങ്ങാട്ടെ ലോട്ടറി കടയ്ക്ക് മുന്നിലെത്തി ഏറെ നേരം തിരഞ്ഞെങ്കിലും ടിക്കറ്റ് കിട്ടാതെ നിരാശനായി മടങ്ങി. ലോട്ടറി സ്റ്റാളിലെ ജീവനക്കാർ വീണ്ടും ചവറുകൾക്കിടയിൽ വിശദമായി പരിശോധിച്ചപ്പോൾ ടിക്കറ്റ് കണ്ടെത്തി. പക്ഷേ ഭാഗ്യവാനാരെന്ന് മനസ്സിലായില്ല. ഒടുവിൽ CCTV ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള കടക്കാരെ കാണിച്ചപ്പോൾ രഘുവിനെ തിരിച്ചറിഞ്ഞു. ലോട്ടറി സ്റ്റാൾ ഉടമ പുല്ലൂരിലെ വിനുവും ജീവനക്കാരും ചേർന്ന് രഘുവിന് ടിക്കറ്റ് നൽകി. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ നടന്ന് പോകുന്ന കൃഷ്ണേട്ടൻ പുയ്യക്കരയിലെ, അപ്പോൾ ഞാൻ നടന്നിട്ട് വരുമ്പോൾ അങ്ങാടുന്ന് അദ്ദേഹത്തെ കണ്ട് 2 ടിക്കറ്റ് വാങ്ങി കീശയിൽ വെച്ച് ബാക്കി 100 രൂപ കൊടുത്ത് 20 രൂപ തിരിച്ചും തന്നു. പിന്നെ ഞാൻ ഷോപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ബുധനാഴ്ച രാവിലെ അയാൾ വരുന്നു. എന്നോട് ചോദിച്ചു ടിക്കറ്റ് മാറി ചോദിച്ചു, പ്രൈസ് ഉണ്ട്? ഞാൻ പറയില്ല, ഞാൻ കളഞ്ഞു. അപ്പോൾ പറയില്ല, പ്രൈസ് ഉണ്ട്. ഞാൻ ചോദിച്ചു എത്ര? 1 ലക്ഷം. ഞാൻ പറഞ്ഞു താഴെയുള്ള നമ്പറില്ലേ അത് മാത്രം നോക്കി, അത് നോക്കി കളഞ്ഞു. നഷ്ടപ്പെട്ട ഭാഗ്യം തിരികെ കിട്ടുന്നതിന് രഘുവിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ലോട്ടറി കടയുടമയും ജീവനക്കാരും. 1 ലക്ഷം രൂപ അടിച്ച ടിക്കറ്റ് ഇവിടെ വേസ്റ്റിൽ കളഞ്ഞ് അയാൾ പോയി. പിറ്റേ ദിവസം അയാളത് വരുത്താൻ വേണ്ടി വന്നപ്പോൾ അയാൾക്കത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സ്റ്റാഫ് അത് കണ്ടെത്തി. അത് കണ്ടെത്തുമ്പോഴത്തേക്ക് അയാൾ ഇവിടുന്ന് പോയിരുന്നു. അയാൾ ഫോൺ നമ്പറോ അയാളുടെ പേരോ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് അയാളെ കണ്ടെത്താൻ വേണ്ടി CCTV നോക്കി. ആ CCTVയിൽ നിന്ന് അയാളെ മുഖം കണ്ടെത്തിയിട്ടാകുമ്പോൾ അയാൾ പൂച്ചക്കാട് എന്ന സ്ഥലത്ത് മെഡിക്കലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അയാളെ നമ്പർ സംഘടിപ്പിച്ച് അയാളെ തിരിച്ച് കൊണ്ടുവന്നിട്ട് അയാൾക്ക് ആ ടിക്കറ്റ് കൈമാറി 1 ലക്ഷം രൂപയുടെ. പ്രൈസ് അടിച്ച ആൾക്ക് തന്നെ ആ സമ്മാനം കിട്ടണം എന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് തന്നെ അത് ടിക്കറ്റ് കൈമാറിയത്. പ്രവാസിയായിരുന്ന രഘു 8 വർഷം മുമ്പ് നാട്ടിലെത്തിയാണ് പൂച്ചക്കാട് മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയത്. അത് ചിലപ്പോൾ വീട്ടിൻ്റെ ചെറിയ പണി ബാക്കിയുണ്ട്, അതുകൊണ്ട് കിട്ടിയതായിരിക്കും. ദൈവം അറിഞ്ഞിട്ടുണ്ടാവും. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.